അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തഫ്ഹീമു തിലാവയുടെ 2 പേപ്പറുകളും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് തഫ്ഹീമുൽ തിലാവയുടെ വായന. ഒന്നാമത്തേത് ഹർക്കത്തുകൾ കൊടുത്ത് വായിക്കാം. ഇവിടെ അക്ഷരങ്ങളുണ്ട്, ഇവിടെ ഹർക്കത്തുകളുണ്ട്. ഇത് ബുൻ, വായനക്ക് ഡബിൾ ലം. അപ്പൊ ബുൻ, യാ, സി, മു. പിന്നെ ഏതൊക്കെ അക്ഷരങ്ങളാ? താ, നൂന്, റാ, വാവ്, കാഫ്, ലാം. ഇനി പദങ്ങൾ ജസ്റ്റ് വായിക്കാനുള്ളൂ. കബിദുൻ, ലബിനുൻ, റുക്നുൻ, സമക്കുൻ. ഇനി ഇവിടെ ചേർത്ത് വായിക്കാനാണ്. മൈതുൻ, ബൈതുൻ, നൈതുൻ, യുസ്റുൻ, ബസ്റുൻ, ന. ഇത്രയും ഭാഗമാണ് വായിക്കാനുള്ളത്. ഇനി അടുത്തത് എഴുതാനാണ്. തഫ്ഹീമു തിലാവയുടെ എഴുത്ത് പരീക്ഷ. ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇത് കൈയാണ്, പൂവാണ്, കാലാണ്, അതുപോലെ ഈത്തപ്പഴമാണ്. അപ്പോ കയ്യിന് നമ്മൾ എന്താ അറബി പറയാ? നമ്മൾ അവസാനത്തെ പാടായിരുന്നു യദുൻ. അപ്പൊ യാ എന്നിവിടെ എഴുതി കൊടുത്താൽ മതി. പൂവിന് നമ്മൾ എന്താ പറയാ? വർദുൻ. അപ്പോ വാ. കാലിന് റിജിലുൻ. അപ്പൊ രി. ഇനി ഈത്തപ്പഴത്തിന് തമ്രുൻ. അപ്പൊ ത എന്ന് എഴുതി കൊടുത്താൽ 8 മാർക്ക് കിട്ടും. യോജിപ്പിച്ച അക്ഷരം കുട്ടയിൽ നിന്ന് എടുത്തെഴുതാം. ഇവിടെ ദബുൻ ഉണ്ട്. അപ്പൊ അദബുൻ, ഇബറുൻ, ഇ, ഉറബുൻ, ഉ. ഇനി ഇവിടെയോ? ദർബുൻ, റജുലുൻ, മർമറുൻ. അപ്പൊ അതിനനുസരിച്ചുള്ള അക്ഷരങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. പിന്നെ ഇവിടെ കളർ ചെയ്യാനാണുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ നോക്കി ഇങ്ങോട്ട് എഴുതാനാണ്. ലബസുൻ, അതുപോലെ മിൽക്കുൻ, കിത്തുനുൻ, മസദുൻ. ഇങ്ങോട്ട് തന്നെ നോക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. ഹർക്കത്തുകൾ നൽകാം. ഇത് നമ്മുടെ പാഠത്തിൽ പഠിച്ച കരൾ എന്നുള്ള അതിന്റെ ഒരു വാക്കാണ്. കബിദുൻ എന്നുള്ളതാണ്. ഇതിന് യോജിച്ച ഹർക്കത്ത് ഫതഹ്. കാഫിന് ഫതഹ്, ക, ബായിന് കസർ, ബി, ദാലിന് ഡബിൾ ലം. കബിദുൻ. ഇങ്ങനെല്ലാം എഴുതിയാൽ 100-ൽ 100 മാർക്ക് 2 വിഷയത്തിലുമായിട്ട് കിട്ടും. എല്ലാവരും എഴുതിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.